ഇവിടെ ഇവളാണെങ്കിൽ ഒരു ഊബർ ക്യാബ് വിളിച്ച് ഇന്റർവ്യൂവിന് വന്നിരിക്കുകയാണ്. ഇവൾ ഡ്രൈവറിന് പൈസ കൊടുക്കുന്നതിന്റെ ഇടയിൽ വേറൊരുത്തി വന്നിട്ട് ആ ഒരു ക്യാബിന്റെ ഡോർ മെല്ലെ തുറന്ന് ഇവളുടെ ഡ്രസ്സ് ആ ഒരു ഡോറിന്റെ ഉള്ളിൽ കുടുക്കി മെല്ലെ ഡോർ അടക്കാണ്. ഇവളിതൊന്നും അറിയുന്നില്ല. അങ്ങനെ പൈസ കിട്ടിയതും ആ ഒരു ഡ്രൈവർ അവിടെ വണ്ടി എടുത്ത് പോകാണ്. കൂടെ ഇവളുടെ ഡ്രസ്സും അങ്ങ് പോകാണ്. ഇവൾ കുറേ നിലവിളിച്ചെങ്കിലും ആ ഒരു വണ്ടി നിർത്താതെ പോകാണ്. ഇപ്പൊ ഇവൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഈ ഒരു കോലത്തിൽ എന്തായാലും ഇന്റർവ്യൂക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റവളോട് എന്റെ അടുത്തൊരു ഡ്രസ്സ് ഉണ്ട്, പക്ഷെ കുറച്ച് കീറിയതാണ്, നിനക്ക് വേണമെന്ന് ചോദിക്കുകയാണ്. ഇതിട്ട് ഇന്റർവ്യൂവിന് പോകുന്നതിനേക്കാളും നല്ലത് കീറിയതിടുന്നതാണെന്ന് പറഞ്ഞ് ഇവള് ആ ഒരു ഡ്രസ്സ് മറ്റവളുടെ അടുത്ത് മേടിക്കാം. അങ്ങനെ ഇവള് ആ ഒരു ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഇവളുടെ ഫയല് മറ്റവളെ ഏൽപ്പിക്കുകയാണ് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇവൾ എന്ത് ചെയ്യുന്നത് മറ്റവൾ അറിയാതെ അവളുടെ ഫയലിൽ റെസ്യൂമെ മാറ്റി വേറൊരു റെസ്യൂമെ അതിന് പകരമായിട്ട് വെക്കാൻ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഇപ്പൊ ഇന്റർവ്യൂ നടക്കാണ്. ഈ ബോസ് ആണെങ്കിൽ ഇവളുടെ റെസ്യൂമെ എല്ലാം പരിശോധിച്ച് എല്ലാം ഓക്കെയാണ്, ഇനി ഒരാളെ കൂടെ എനിക്ക് ഇന്റർവ്യൂ ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞ് വേണം നിങ്ങൾ ആർക്കാണ് ജോലി തരേണ്ടതെന്ന് എനിക്ക് തീരുമാനം എടുക്കാന്ന് പറയാണ് ഇവളോട്. അപ്പൊ ഇവളാണെങ്കിൽ കണ്ടില്ലേ അവളുടെ കോലം കീറിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ടാണ് അവൾ ഇന്റർവ്യൂവിന് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് അവൾ ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് വാക്കൻസി കണ്ട് വല്ലതും വന്നതായിരിക്കണം, അല്ലാതെ അക്കൗണ്ടിംഗ് പോസ്റ്റിനൊന്നും ആവില്ല അവൾ വന്നതെന്ന് പറയാം. അപ്പൊ ഈ ബോസ് അങ്ങനെ ഒരാളെ എനിക്ക് അയാളിട്ട ഡ്രസ്സിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പെട്ടെന്ന് വിലയിരുത്താനാകില്ല, എന്നിരുന്നാലും നീ പറഞ്ഞത് ശരിയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കളയാന്ന് പറഞ്ഞ് ബോസ് അവളെ ഉള്ളിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അവളോട് അവളുടെ റെസ്യൂമെ തരാൻ ആവശ്യപ്പെടാണ്. അങ്ങനെ ഇവളും ആവശ്യപ്പെട്ട പോലെ അത് കൊടുക്കാൻ. ഈ ബോസ് അത് നോക്കുമ്പോൾ കാണുന്നത് മറ്റവൾ പറഞ്ഞ പോലെ തന്നെയായിരുന്നു. ഇവള് അപേക്ഷിച്ചിരുന്നത് ക്ലീനിങ് സ്റ്റാഫിന്റെ പോസ്റ്റിലേക്കായിരുന്നു. ഇനി ബോസ് മറ്റവളോട് ഇനി നീയാണ് ഇവിടുത്തെ അക്കൗണ്ടന്റ് എന്ന് പറയാണ്. ഇവളാണെങ്കിൽ സന്തോഷിക്കുകയാണ്. ഇവളോട് ബോസ് നീ പേടിക്കണം, നിനക്കൊണ്ട് പണി അവിടെ കിടക്കുന്ന ചൂല് മുറിവെടുത്ത് നീ നിന്റെ പണി ഒന്ന് തുടങ്ങിക്കോന്ന് പറയാം. ഇവൾക്കാണെങ്കിൽ എന്താണ് ഇയാൾ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ബോസ് ആണെങ്കിൽ എന്താ നിനക്ക് പണി വേണ്ടത് ചോദിക്കാം. അപ്പൊ ഇവളും ഇവളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ആലോചിച്ച് ആ ഒരു പണി ചെയ്യാൻ തീരുമാനിക്കുക. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് മറ്റവളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എവിടെയോ അവൾക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇവൾക്കാണെങ്കിൽ ഇത് എത്ര ആലോചിച്ചിട്ട് പിടി കിട്ടുന്നില്ല. ഇതേ സമയം അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന ഇവൾ വന്ന് അക്കൗണ്ടിലെ മിസ്റ്റേക്ക് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അത് ശരിയാക്കി കൊടുക്കുകയാണ്. മറ്റവൾ ഇവളോട് താങ്ക്സ് പറയുന്നുണ്ട്. ഇതേ സമയം ഇവളാണെങ്കിൽ താങ്ക്സ് ഒന്നും വേണ്ട, ഈ ചെയ്തു തന്ന സഹായത്തിന് ബോസിനോട് നീ എന്നെ പറ്റി നല്ല രണ്ട് വാക്ക് പറയാമോ എന്ന് ചോദിക്കുകയാണ്. ഇവളും ഓക്കെ ബോസ് വരുന്നുണ്ട്, നീ മാറി എന്ന് പറയാം. അങ്ങനെ ഈ ബോസ് നിന്ന് എങ്ങനെയുണ്ട് വാക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇവളുടെ അടുത്ത് നിന്ന് ആ ഒരു ലാപ്പ് വാങ്ങി അക്കൗണ്ട്സ് എല്ലാം ചെക്ക് ചെയ്യാം. ഇയാളാണെങ്കിൽ ഇവളുടെ ആ ഒരു വാക്ക് കണ്ട് ഇംപ്രസ് ആയി പോകാം. എന്നിട്ട് ഇവളോട് നീ എങ്ങനെയാണ് ഒരു തെറ്റും വരുത്താതെ ഫസ്റ്റ് ഡേ തന്നെ വർക്ക് ചെയ്തത്, എന്താണ് ഇതിന്റെ രഹസ്യം എന്ന് ചോദിക്കാം. അപ്പൊ ഇവളും ഞാൻ എന്റെ ജോലിയിൽ ആത്മാർത്ഥതയുള്ളവളാണ്, അതുകൊണ്ടാണ് എനിക്ക് തന്നെ സാധിക്കുന്നത് എന്ന് പറയാം. ഇത് കേട്ട് മറ്റുള്ളവരാണെങ്കിൽ ഇവൾ പറയുന്നത് ശുദ്ധ നുണയാണ്, ഞാനാണ് അവൾക്ക് ചെയ്തു കൊടുത്തതെന്ന് പറയാം. അപ്പൊ ഇവള് നിങ്ങൾ വായ്ത്താലടിക്കാതെ വേസ്റ്റ് കൊണ്ടുപോയി കളയടിയെന്ന് പറയാൻ അവളോട്. ഇവൾ വേസ്റ്റ് കൊണ്ടുപോയി ഇടാൻ നേരം മറ്റവൾ അവളുടെ കാല് വെച്ച് ഇവളെ വീഴ്ത്താണ്. വേസ്റ്റ് മൊത്തം നിലത്തിയാടാണ്. ഇതെല്ലാം ബോസ് കാണുന്നുണ്ട്. ഇവള് ബോസിനോട് സോറി പറയാം. അപ്പൊ മറ്റവളാണെങ്കിൽ ബോസിനോട് ഇത്രയും ആത്മാർത്ഥത ഇല്ലാത്ത ഇവളെ ഉടനെ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് പറയാം. ബോസും നീ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞ് ഇവളോട് ഇനി മുതൽ നീ ഈ ജോലി ചെയ്യേണ്ട, മറിച്ച് നിനക്ക് ഇവിടെ അക്കൗണ്ടന്റായി തുടരാമെന്ന് പറയാം. മറ്റവളാണെങ്കിൽ ബോസ് നിങ്ങൾക്കത് വട്ടുപിടിച്ചോ, അപ്പൊ പിന്നെ ഞാൻ പിന്നെ എന്തിനാണ് ഇവിടെ ചോദിക്കാൻ. അപ്പൊ ഈ ബോസ് അയാളുടെ മൊബൈൽ കാണിച്ചു കൊടുത്തിട്ട് ഇത് എനിക്ക് ഇന്ന് സെക്യൂരിറ്റി അയച്ചു തന്ന വീഡിയോ ആണ് എന്ന് പറഞ്ഞ് ഇവർക്ക് രണ്ടുപേർക്കും ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കാം. അതിൽ ഇവൾ മറ്റവളുടെ ആ ഡ്രസ്സ് കൊടുക്കിയതും ഇവളുടെ ഫയലിൽ നിന്ന് ആ ഒരു ഡ്രസ്സും എടുത്ത് മാറ്റുന്ന എല്ലാം കൃത്യമായി കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവളാണെങ്കിൽ ശരിക്കും പെട്ടുപോവാണ്. ഇപ്പൊ മറ്റവളാണെങ്കിൽ അത് ശരി, അപ്പൊ ഇതിനെല്ലാം കാരണം നീ ആയിരുന്നല്ലേ ചോദിക്കാം ഇവളോട്. ഇവൾ ഒന്നും മിണ്ടില്ല. ബോസ് ഇവളോട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയാം.